ഒരു പണ്ഡിത സംഘടനയ്ക്ക് യോജിച്ചതാണോ സമസ്തയിലെ സംസാരങ്ങൾ? ഈ കെ വിഭാഗം സമസ്തയിൽ ഇപ്പോൾ ഉയരുന്ന വിവാദങ്ങളുടെയും അനൈക്യത്തിന്റെയും കാരണം എന്താണ്? അതേക്കുറിച്ചാണ് ഇത്തവണ MK ലൈവ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേരളീയ മുസ്ലിങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ മുന്നേറ്റത്തിന് സ്വാത്വികരായ പണ്ഡിതർ രൂപം നൽകിയ പ്രസ്ഥാനം. APEK വിഭാഗങ്ങളിലായി വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിൽ മുസ്ലിം സമുദായത്തെ സമാനതകളില്ലാത്ത മുന്നേറ്റത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ സംഘടന. അത്തരം ഒരു സംഘടനയുടെ ആത്മാഭിമാനത്തിന് പരിക്കേൽപ്പിക്കുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ EK വിഭാഗം സമസ്തയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാത്വികരാൽ നയിക്കപ്പെട്ട ഒരു പണ്ഡിത സഭ എങ്ങനെയാകാൻ പാടില്ല എന്നതിന്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് നമ്മൾ ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സമയം EK സമസ്തയിൽ ഇപ്പോൾ നടക്കുന്ന അനാരോഗ്യകരമായ ചർച്ചകൾ 1989 പിളർപ്പിനോട് സമീകരിക്കാനാണ് പലരും ശ്രമിക്കുന്നത്. അത് ചരിത്രത്തോട് ചെയ്യുന്ന നീതികേടാണ്. രാഷ്ട്രീയമായ വിധേയത്വവും ആശയപരമായ വ്യതിയാനങ്ങളും സമസ്തയ്ക്ക് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്ന് തിരിച്ചറിഞ്ഞ ഒരു കൂട്ടം നിസ്വാർത്ഥരായ പണ്ഡിതന്മാർ സമസ്തയുടെ അസ്തിത്വത്തിനു വേണ്ടി നിലയുറപ്പിച്ചതാണ് 1989 സംഭവ വികാസങ്ങളിലേക്ക് നയിച്ചത്. എന്നാൽ ഇപ്പോൾ നടക്കുന്നത് രാഷ്ട്രീയവും ഭൗതികവുമായ സ്വാർത്ഥ താല്പര്യങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള വിഴുപ്പലക്കലുകളാണ്. മുസ്ലിം സമുദായത്തെ തീവ്രവാദത്തിലേക്കും വർഗീയതയിലേക്കും നയിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി, മുജാഹിദ്, തബ്ലീഗ് തുടങ്ങിയ പ്രസ്ഥാനങ്ങളെ ഇസ്ലാമികമായി അംഗീകരിക്കാൻ കഴിയില്ലെന്ന സമസ്തയുടെ പ്രഖ്യാപിത നിലപാടിന് വിരുദ്ധമായി രാഷ്ട്രീയ താല്പര്യങ്ങൾ മുഷാവറ അംഗങ്ങളിൽ പോലും കടന്നുവരുന്നുവെന്നത് അത്യന്തം അപകടകരമായ സാഹചര്യമാണ്. ഏറ്റവും ഉയർന്ന മൂല്യങ്ങൾ സൂക്ഷിക്കുന്ന പണ്ഡിതന്മാർ പങ്കെടുക്കുന്ന യോഗമെന്ന് സമൂഹം കരുതുന്ന സമസ്ത മുഷാവറയിൽ നടക്കുന്ന ചർച്ചകൾ തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പുറത്തിറങ്ങി മാധ്യമങ്ങളിൽ വിളിച്ചു പറയുന്നത് എന്ത് സന്ദേശമാണ് സമുദായത്തിന് നൽകുന്നത്? ഏറ്റവും ഉത്കൃഷ്ടവും ഉദാത്തവുമായ സംവാദങ്ങളും ക്രിയാത്മകമായ ചർച്ചകളും കാലോചിതമായ തീരുമാനങ്ങളും ഉണ്ടാകേണ്ട ഒരു വേദിയിൽ നിന്ന് തീർത്തും ആശാവഹമല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാകുന്നത് തന്നെ ഇസ്ലാമിക പണ്ഡിതന്മാർ പരസ്പരം വിഴുപ്പലക്കുന്നവരാണെന്ന ധാരണ പൊതുസമൂഹത്തിൽ സൃഷ്ടിക്കാൻ കാരണമാകുമെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കിയാൽ നല്ലതാണ്. സമസ്തയുടെ ഈ അവസ്ഥയിൽ സന്തോഷിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാകാം. എന്നാൽ ഫാസിസം അധികാര രൂപം പൂണ്ട കാലത്തെ ഇത്തരം സംഭവങ്ങൾ സമുദായത്തിന് ഏറെ സങ്കടകരമാണ്, അതിലേറെ നാണക്കേടാണ്. മുസ്ലിം ലീഗ് എന്ന സാമുദായിക രാഷ്ട്രീയ പാർട്ടിയോടുള്ള അന്ധമായ രാഷ്ട്രീയ വിധേയത്വമാണ് EK വിഭാഗം സമസ്തയെ ഇത്തരം ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നു എന്നതിൽ ആർക്കും സംശയമില്ല. ലീഗിനോട് ചേർന്നു നിൽക്കുന്ന കാലത്തോളം EK വിഭാഗം സമസ്തയ്ക്ക് ആശയപരമായ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോവുക എന്നത് ദുർഘടമായ ഒരു കടമ്പയാണ്. ഇത് തിരിച്ചറിഞ്ഞ് സമസ്തയുടെ അസ്തിത്വം വീണ്ടെടുക്കുക എന്ന ഉത്തരവാദിത്തം നിറവേറ്റുക എന്നതാണ് EK വിഭാഗം സമസ്ത നേതാക്കൾക്ക് ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നത്. ആശയപരമായി യോജിക്കാൻ കഴിയുന്നവരോട് ചേർന്ന് നിന്നുകൊണ്ട് സുന്നി ആദർശ സംരക്ഷണവും സാമുദായിക മുന്നേറ്റവും നടത്താൻ നേതാക്കൾക്ക് കഴിയട്ടെ. അതാണ് സമുദായം ആഗ്രഹിക്കുന്നതും.